എസ് രാജമൗലി സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ RRRന് പ്രചോദനമായ കഥാപാത്രം എന്ന രീതിയിൽ നമ്മൾ കേട്ട പേരാണ് അല്ലൂരി സീതാരാമരാജു. പുതുതലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയം ഈ സിനിമയിലൂടെയാണ്. ഇതിനു മുമ്പ് ആന്ധ്രയിലുള്ള ആളുകൾക്ക് മാത്രം പരിചിതമായിരുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനിയെ ഇന്ത്യ മുഴുവനും ഇന്ത്യക്ക് പുറത്തേക്കും പ്രീതി നേടിക്കൊടുത്ത ഒരു സിനിമയാണ് RRR. ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത്. ഇതാരാണ് ഈ അല്ലൂരി സീതാരാമരാജു എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത പങ്ക് വഹിച്ച നേതാവാണ് ആന്ധ്രക്കാരനായ അല്ലൂരി സീതാരാമരാജു. ചിത്രം റിലീസിന് ശേഷം സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 30 അടി ഉയരമുള്ള വെങ്കല പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 അനാച്ഛാദനം ചെയ്തു. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീമാകാരമായിട്ടുള്ള മുനിസിപ്പൽ പാർക്കിലെ ക്ഷത്രിയ സേവാ സമിതിയിലാണ് സീതാരാമരാജുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലൂരി സീതാരാമരാജു അദ്ദേഹം ജനിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു തെലുങ്ക് കുടുംബത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വെങ്കട രാമരാജു, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിലിനായിട്ട് രാജമുണ്ട്രി പട്ടണത്തിൽ സ്ഥിരതാമസമാക്കി. അമ്മ സൂര്യ നാരായണമ്മ ഭക്തിയുള്ള ഒരു വീട്ടമ്മയായിരുന്നു. രാമരാജു ജനിച്ചത് 1898 ജൂലൈ 4 വെങ്കട രാമരാജു അപാരമായൊരു ആത്മാഭിമാനവും സ്വാതന്ത്ര്യത്തോടുള്ള വലിയ സ്നേഹവുമുള്ള ഒരു സ്വതന്ത്ര വ്യക്തിയായിരുന്നു. രാമരാജുവിന് 8 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. രാമരാജു തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാക്കിനാടയിലെ ഹൈസ്കൂളിൽ ചേർന്നു. അവിടെ അദ്ദേഹം മധുരി അന്നപൂർണയ്യയുടെ സുഹൃത്തായി മാറി. പിന്നീട് മറ്റൊരു പ്രമുഖ ഇന്ത്യൻ വിപ്ലവകാരിയായി വളർന്നു. കൗമാരപ്രായത്തിൽ രാമരാജു തൻ്റെ അശ്രദ്ധയും ധ്യാനാത്മകവുമായ സ്വഭാവത്തിന് അനുസൃതമായി സന്യാസം സ്വീകരിക്കാൻ ആലോചിച്ചു. 15-ാം വയസ്സിൽ ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടുന്നതിനായി അദ്ദേഹം അമ്മയുടെ സ്വന്തം പട്ടണമായ വിശാഖപട്ടണത്തിലേക്ക് മാറി. അവിടെ അദ്ദേഹം മിസസ് AVN കോളേജിൽ 4th ഫോം പരീക്ഷയ്ക്ക് ചേർന്നു. അവിടെ അദ്ദേഹം പലപ്പോഴും വിശാഖപട്ടണം ജില്ലയിലെ വിദൂര പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുടെ പോരാട്ടങ്ങൾ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്താണ് അവൻ ഒരു ധനികൻ്റെ സുഹൃത്താവുകയും ആ സുഹൃത്തിൻ്റെ സഹോദരി ആയ സീത എന്ന പെൺകുട്ടിയോട് അഗാധമായ പ്രണയം തോന്നുകയും പക്ഷേ ഈ പെൺകുട്ടി വളരെ അകാലത്തിൽ മരിച്ചു പോവുകയും ചെയ്തു. ഇത് വല്ലാതെ രാമരാജുവിനെ വേദനിപ്പിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ സീത എന്ന പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്മരണ എപ്പോഴും ശാശ്വതമായിട്ട് തന്നിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് രാമരാജു അവരുടെ പേര് സീത എന്ന പേര് തൻ്റെ പേരിൻ്റെ ഒപ്പം ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു. ഈ സന്ദർഭത്തിൽ പശ്ചിമ ഗോദാവരി ജില്ലയിലെ നർസാപൂരിൽ തഹസിൽദാറായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ രാമകൃഷ്ണം രാജുവും അവരുടെ ശിക്ഷണത്തിലാണ് രാമരാജു വളർന്നത്. അദ്ദേഹത്തെ നരസാപൂരിലേക്ക് കൊണ്ടുവന്ന് പ്രാദേശിക ടൈലർ ഹൈസ്കൂളിൽ ചേർത്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒടുവിൽ ഔപചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു. തെലുങ്ക്, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളുടെ സാഹിത്യത്തിൽ സ്വകാര്യമായി പ്രാവീണ്യം അദ്ദേഹം നേടിയെടുത്തു. സമകാലിക റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹത്തിന് അഭിവാജ്യമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ 18-ാം വയസ്സിൽ അദ്ദേഹം മതസന്യാസിയായി ആകുന്നതിന് മുമ്പ് തന്നെ സന്യാസം സ്വീകരിച്ചു. അദ്ദേഹം 18-ാം വയസ്സിൽ. അപ്പം അതിനു മുമ്പേ തന്നെ അദ്ദേഹം ഔഷധ സസ്യങ്ങൾ, കൈനോട്ടം, അശ്വാഭ്യാസം, അതായത് കുതിര സവാരി എന്നിവയിലൊക്കെ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇനി രാമരാജു എങ്ങനെയാണ് ഒരു നേതാവായി വളർന്നത് എന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ കാലത്ത് തൻ്റെ അമ്മാവൻ്റെ കുതിരപ്പുറത്ത് ദൂരെയുള്ള മലമ്പ്രദേശങ്ങളിലേക്ക് പോവുകയും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന വിവിധ ഗോത്രവർഗ്ഗക്കാർ അവരെ കാണാനുള്ള അവസരം, അവരെ കാണാനും അവരെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാവുകയും ഈ മലയോര ഗോത്രവർഗ്ഗക്കാരായ കോയമാരെന്നാണ് അവർ പറയുന്നത്, കോയമാരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അദ്ദേഹം പ്രത്യേകിച്ചും അവരുടെ കഷ്ടതകൾ കണ്ട് വികാരഭരിതനാവുകയും
അവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും 1921 ഗംഗയുടെയും ഗോദാവരിയുടെയും ജന്മസ്ഥലങ്ങളായ ഗംഗോത്രിയും നാസിക്കും സന്ദർശിച്ച് രാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടെ അദ്ദേഹം ചിറ്റഗോങ്ങിൽ വിവിധ വിപ്ലവകാരികളെ കണ്ടുമുട്ടുകയും ചെയ്തു. ഇന്ത്യൻ ജനതയുടെ പ്രത്യേകിച്ച് ഗോത്രവർഗ്ഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വിഷമം തോന്നുകയും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അവരുടെ മോചനത്തിനായിട്ട് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഗോത്രവർഗ്ഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഗോദാവരി ജില്ലക്കടുത്തുള്ള പാപ്പി മലനിരകളിൽ അദ്ദേഹം താമസമാക്കി. സീതാരാമരാജു തുടക്കത്തിലൊരു സാധു, അതായത് സന്യാസി ആയിത്തീരുക, ധാർമ്മിക ഉയരവും ആത്മീയ ശക്തിയും നേടുന്നതിനായിട്ട് വിവിധ ആത്മീയ വിഷയങ്ങൾ പരിശീലിക്കുകയും ചെയ്തിരുന്നു. ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വിദഗ്ധനായ ഒരു രോഗശാന്തി കൊടുക്കുന്ന ഒരാളായി മാറി. ഈ സമയത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഏതെങ്കിലും വിധത്തിൽ മലയോര ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ മതപരിവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ ഇത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരുന്നു. രാമരാജുവിന് ഇത് തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം മതപരിവർത്തനം സാമ്രാജ്യത്വത്തെ അതായത് അവരുടെ സാമ്രാജ്യത്വം നിലനിർത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് രാമരാജു കണ്ടത്. ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കിടയിൽ അവരുടെ ഒരാളായി ജീവിക്കാനാണ് രാമരാജു താല്പര്യപ്പെട്ടത്. വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം അവിടെ നയിച്ചത്. ആദിവാസികൾ കൊടുത്തിരുന്ന പഴങ്ങളും തേനും ഒക്കെ ഭക്ഷിച്ചാണ് അദ്ദേഹം അവിടെ കാട്ടിൽ ജീവിച്ചിരുന്നത്. കൂടുതലായിട്ടുള്ള സംഭാവനകൾ, ഭക്ഷണ സാധനങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം തിരിച്ചത് ഗോത്രവർഗ്ഗക്കാർക്ക് തന്നെ തിരിച്ച് നൽകുകയും ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു ദൈവിക സിദ്ധി ഉള്ള ഒരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നതും അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവർത്തനങ്ങളും എല്ലാം ആ രീതിയിലായിരുന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഒരു ദൈവിക പുരുഷനായിട്ട് കാണാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും അദ്ദേഹത്തിൻ്റെ കഥകളും ഇതൊക്കെ വളരെയധികം ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായി തീർന്നു. ആദിവാസികളുടെ ആവലാതികൾ, അതായത് വിഷമങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്ത രാമരാജു പിന്നീട് അവരെ സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും വനം, റവന്യൂ ഉദ്യോഗസ്ഥരുടെ, മിഷണറിമാരുടെയും പോലീസിൻ്റെയും അടിച്ചമർത്തലിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പോരാട്ടത്തിന് അവരെ സജ്ജമാക്കുകയും ചെയ്തു. വനപ്രദേശങ്ങളിൽ പര്യടനം നടത്തി അദ്ദേഹം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ച് വിപുലമായ അറിവ് നേടിയെടുത്തു. അത് പിന്നീട് ഒരു ഗറില്ല യുദ്ധതന്ത്രജ്ഞനായി ഭാവിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുക്കുകയും ചെയ്തു. ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസമില്ലാത്തവരും സംഘടിതരല്ലാത്തവരും കൂടുതലായതിനാൽ ഗ്രാമീണരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇവർക്കിടയിലേക്ക് എത്തിയ രാമരാജു അവർക്ക് ശബ്ദവും ശക്തിയും പകർന്നു നൽകുകയായിരുന്നു. അദ്ദേഹം വിവിധ ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുകയും അവരെ ഗറില്ല യുദ്ധമുറകൾ പഠിപ്പിക്കുകയും കൊളോണിയൽ ശക്തിയോട് പോരാടാനായിട്ട് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. അതോടെയാണ് ധീരനായ വിപ്ലവകാരിയായി സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായും അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. ചിറ്റഗോങ്ങിൽ വെച്ച്, അതായത് ഇപ്പോൾ ഉള്ള ബംഗ്ലാദേശിലെ സ്ഥലം വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള കൂടുതൽ വിപ്ലവകാരികളെ രാമരാജു കണ്ടുമുട്ടുകയാണ്. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനായിട്ട് രാമരാജു തീരുമാനിച്ചു. വിശാഖപട്ടണം, കിഴക്കൻ ഗോദാവരി ജില്ലയിലെ വനമേഖലകളിലെ തദ്ദേശീയരായ ആദിവാസികളെ മുൻനിർത്തി ആക്രമണം നടത്താനായിരുന്നു അദ്ദേഹം സംഘത്തിലൂടെ തീരുമാനിച്ചത്. അതിശക്തമായ ബ്രിട്ടീഷ് സേനയെ വിറപ്പിച്ച പഴയ കിഴക്കൻ ഗോദാവരി ജില്ലയിലെ റംബച്ചോടവാരം വനമേഖലയിൽ അങ്ങനെയാണ് റംബ കലാപം അഥവാ മന്യം കലാപം പിറക്കുന്നത്. ആദിവാസികളുടെ പരമ്പരാഗത ആയുധങ്ങളും വില്ല്, അമ്പ്, കുന്തങ്ങൾ ഉപയോഗിച്ച് അല്ലൂരി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും പാശ്ചാത്യ ശക്തികൾക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കുകയും ചെയ്തു. പരമ്പരാഗതമായിട്ടുള്ള, അതായത് അമ്പും വില്ലും ഉപയോഗിച്ചുള്ള സമരമുറകൾ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ പോരാടാൻ മതിയാവില്ലെന്ന് രാമരാജുവിന് മനസ്സിലായി. ഇതേ തുടർന്നാണ് ശത്രുവിൻ്റെ സ്വന്തം ആയുധങ്ങൾ തട്ടിയെടുക്കാനായിട്ട് പദ്ധതിയിടുന്നത്. ഈ തീരുമാനമാണ് 1922 ഓഗസ്റ്റ് 22 300-ലധികം വിപ്ലവകാരികളുമായിട്ട് ചിന്താമണി പോലീസ് സ്റ്റേഷന് നേരെ നടത്തിയ പ്രസിദ്ധമായിട്ടുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത്. ആയുധങ്ങൾ കൊള്ളയടിക്കുന്ന രാമരാജു ആക്രമണത്തിന് ശേഷം സ്റ്റേഷൻ ഡയറിയിൽ ഒപ്പിടുകയും ചെയ്തായിരുന്നു മടങ്ങിയിരുന്നത്. പിന്നീട് കൃഷ്ണദേവിപേട്ട, രാജ ഒമാങ്കി പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ ആക്രമണങ്ങൾ നേതൃത്വം നൽകി. രാമരാജുവിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ഇത്തരം ആക്രമണങ്ങളിലെല്ലാം നിരവധി ആയുധങ്ങളും ആയുധശേഖരങ്ങളും തട്ടിയെടുത്തു.
രാമരാജുവിൻ്റെ ഈ നീക്കം ശക്തമായതോടെ വിശാഖപട്ടണം, രാജമുണ്ട്രി, പാർവതിപുരം, കോരാപുട്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള റിസർവ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തിലേക്ക് എത്തുകയും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. രാമരാജുവിൻ്റെ തലയ്ക്ക് 10,000 രൂപയും അദ്ദേഹത്തിൻ്റെ അടുത്ത ലഫ്റ്റനന്റുമാരായ കാന്തം ഡോറയ്ക്കും മല്ലു ഡോറയ്ക്കും 1000 രൂപ വീതവും ഏജൻസി കമ്മീഷണർ JR ഹിഗിൻസ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസിലെയും അസം റൈഫിൾസിലെയും 100 കണക്കിന് സൈനികരെ ബ്രിട്ടീഷുകാർ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിന്യസിച്ചിരുന്നു. ഒരു ഗറില്ല തന്ത്രജ്ഞനെന്ന നിലയിൽ ബ്രിട്ടീഷുകാരുടെ പ്രശംസ പിടിച്ചു പറ്റിയ ആളുകൂടിയാണ് അല്ലൂരി സീതാരാമരാജു. ഒളിവിൽ കഴിയുന്ന അല്ലൂരി സീതാരാമരാജുവിനെ പിടികൂടാൻ ബ്രിട്ടീഷ് സേന അതിക്രൂരമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. തുടർന്ന് ചെങ്കോട്ട ഗ്രാമത്തിലെ ചിന്താപ്പള്ളി വനങ്ങളിൽ വെച്ച് രാജു പോലീസിൻ്റെ പിടിയിലാവുകയും കുയ്യൂറു ഗ്രാമത്തിൽ ഒരു മരത്തിൽ കെട്ടിയിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൃഷ്ണദേവിപ്പേട്ട ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. 1986 ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യത്തിനെതിരെ ഭരണകൂട അധികാരങ്ങളില്ലാതെ സായുധ പോരാട്ടം നടത്താനുള്ള രാജുവിൻ്റെ ശ്രമങ്ങൾ യഥാവിധി അംഗീകരിക്കപ്പെട്ടു. ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന ഗറിള്ള യുദ്ധത്തിൻ്റെ ശക്തനായ തന്ത്രശാലിയായി ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ വെറുപ്പോടെ അംഗീകരിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അവർക്ക് 4 ദശലക്ഷത്തിലധികം ചെലവഴിക്കേണ്ടി വന്നു. 1929 ആന്ധ്രാപ്രദേശിലെ ഒരു പര്യടനത്തിനിടെ മഹാത്മാഗാന്ധിക്ക് രാമരാജുവിൻ്റെ ഒരു ഛായാചിത്രം സമ്മാനിച്ചു. അതിന് മറുപടിയായി മഹാത്മാഗാന്ധി പിന്നീട് ഇങ്ങനെ എഴുതി: എനിക്ക് സായുധ കലാപത്തോട് സഹതാപമില്ലെങ്കിലും അഭിനന്ദിക്കാൻ കഴിയില്ലെങ്കിലും ചെറുപ്പക്കാരനായ ശ്രീരാമരാജുവിനെ പോലെ ധീരനും ത്യാഗശീലനും ലളിതനും കുലീനനുമായ ഒരു യുവാവിന് എൻ്റെ ആദരാഞ്ജലികൾ തടയാൻ എനിക്ക് കഴിയില്ല. രാജു ആയിരുന്നു ഒരു ഫിതുരിയല്ല, മറിച്ച് ഒരു മഹാനായ ഹീറോയാണ്. രാജ്യത്തെ യുവാക്കൾ ശ്രീരാമരാജുവിൻ്റെ ധൈര്യവും ധീരതയും സമർപ്പണവും കഠിനമായ അഹിംസാ മാർഗങ്ങളിലൂടെ സ്വരാജ് നേടുന്നതിന് അവരെ സമർപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഇതുവരെ അടിച്ചമർത്തപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളെ ഉണർത്തണമെങ്കിൽ അഹിംസയിലൂടെയും സത്യത്തിലൂടെയും അല്ലാതെ മറ്റൊരു മാർഗമില്ല. മഹാത്മാഗാന്ധി. വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില നായകന്മാരിൽ ഒരാളായിരുന്നു രാജു എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലൂരി തൻ്റെ നിശ്ചയദാർഢ്യത്തിൽ ഉഗ്രനായിരുന്നുവെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗവും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇടം ഉറപ്പാക്കുമെന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായപ്പെട്ടു. ചിത്രകാരനായ ഡേവിഡ് ആർണോൾഡ് തൻ്റെ പുസ്തകമായ ദി റിബലിയൻസ് ഹെൽമൻ, ദി ഗുഡെം റബ റൈസിംഗ് 1839-1924 അദ്ദേഹത്തിൻ്റെ പേര് കാരണം ഗോത്രവർഗക്കാർ രാമരാജുവിൽ ഹിന്ദു ദൈവമായ രാമയുടെ പ്രതിച്ഛായ ഉണർത്താറുണ്ടായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. അവൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത മതവിശ്വാസി. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായി പൊതുവെ കണക്കാക്കപ്പെടുന്ന മൊഗല്ലു ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം സ്വതന്ത്ര ഇന്ത്യൻ സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ആന്ധ്രാപ്രദേശ് സർക്കാർ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സ്മാരകങ്ങൾ പണിയുന്നതിന് പുറമെ ജീവിച്ചിരിക്കുന്ന സഹോദരന് രാഷ്ട്രീയ പെൻഷൻ അനുവദിച്ചു. 2022 ആന്ധ്രാപ്രദേശ് സർക്കാർ പഴയ വിശാഖപട്ടണം ജില്ലയിൽ നിന്ന് അല്ലൂരി സീതാരാമരാജുവിൻ്റെ പേരിൽ ഒരു പുതിയ ജില്ല രൂപീകരിച്ചു. അതിൻ്റെ ആസ്ഥാനം പട്ടേരു. 1974 തെലുങ്ക് ഭാഷാ ചിത്രമായ അല്ലൂരി സീതാരാമരാജു ഇദ്ദേഹത്തിൻ്റെ ജീവിതം ചിത്രീകരിച്ച സിനിമയായിരുന്നു. 1986 ഇന്ത്യൻ തപാൽ വകുപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പരമ്പരയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയൊരു സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. പിന്നീട് ആന്ധ്രാപ്രദേശ് സർക്കാർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂലൈ 4 സംസ്ഥാന ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു. ഏലൂരിലെ
അല്ലൂരി സീതാരാമരാജു ക്രിക്കറ്റ് സ്റ്റേഡിയം അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 2017 ഒക്ടോബർ 9 പാർലമെൻറ്റ് അംഗങ്ങളായ തോട്ട നരസിംഹത്തിൻ്റെയും വി വിജയസായി റെഡ്ഡിയുടെയും അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തെ ഒരു സ്വതന്ത്ര സമര സേനാനി എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണല്ലോ ഇദ്ദേഹം. SS രാജമൗലി സംവിധാനം ചെയ്ത ഇന്ത്യൻ തെലുങ്ക് ഭാഷ ചിത്രമായ RRR രാമരാജുവിൻ്റെയും കോമരം ഭീമിൻ്റെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കല്പിക കഥയാണ് അവതരിപ്പിച്ചത്. രാംചരൺ അല്ലൂരിയുടെ വേഷം അവതരിപ്പിച്ചു. കൊളോണിയൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് പോരാടിയ 2 വിമതരെ ചുറ്റിപ്പറ്റിയാണ് 1920 നടന്ന സിനിമയുടെ ഇതിവൃത്തം എങ്ങനെയായിരുന്നു. 2023 സ്വരാജിൻ്റെ 61ാം എപ്പിസോഡ് മുഴുവനും അല്ലൂരി സീതാരാമരാജുവിനെ കേന്ദ്രീകരിച്ചായിരുന്നു. രാജുവിൻ്റെ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചത് നടൻ ശ്രേഷ്ഠ് കുമാറാണ്. DD നാഷണലിൽ ഇത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു.